തിരുവനന്തപുരം തലസ്ഥാനം, കേരളത്തിൻ്റെ തലസ്ഥാനം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വെള്ളക്കെട്ടിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ചർച്ചയാണ്. രണ്ട് പ്രധാന പോയിന്റുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. നഗരത്തിലെ 100 വാർഡുകളിലും ഏറിയും കുറഞ്ഞും പ്രളയം കൊണ്ട് റോഡിൽ വെള്ളക്കെട്ടുണ്ട്. ചെറിയ മഴ പെയ്താൽ പോലും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. എന്നാൽ തമ്പാനൂർ, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഒക്കെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലമായ തമ്പാനൂർ വെള്ളപ്പൊക്കം ഒരു വലിയ വാർത്തയാണ് എല്ലാ കാലത്തും. പക്ഷേ ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തിയതോടുകൂടി അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്തിൽ അത് ചീഫ് സെക്രട്ടറി ആയിരുന്ന അന്നത്തെ ജിജി തോമസിൻ്റെ നേതൃത്വത്തിൽ, ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകരൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ അനന്തയുടെ 1ാം ഘട്ടം കുറേ മുന്നോട്ട് പോയി. പിന്നെ അതൊരു കേസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പിന്നെ അത് 2ാം ഘട്ടത്തിലേക്ക് നീങ്ങിയില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ 1ാം ഘട്ടത്തിലെ പ്രവർത്തനത്തിൽ കുറച്ച് സഹായിക്കുവാൻ എനിക്കും സാങ്കേതികമായി സഹായിക്കുവാൻ ചില സർവേകളൊക്കെ നടത്തി കൊടുക്കാൻ ഞാനിക്കും എൻ്റെ സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും സാന്ദർഭികമായി പറയട്ടെ. എന്താണ് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം? ഇത് പലരും കുരുടൻ ആനയെ കാണുമ്പോഴാണ് തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്കത്തെ ചർച്ച ചെയ്യുന്നത്. എറണാകുളത്ത് മറ്റൊരു വിഷയമാണ്, അവിടെ കനാലുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണെങ്കിൽ തിരുവനന്തപുരത്ത് തികച്ചും മനുഷ്യനിർമ്മിതമായ വെള്ളപ്പൊക്കമാണ് തിരുവനന്തപുരത്തുള്ളത്. എന്താണ് തിരുവനന്തപുരം എന്ന് പഠിക്കാതെ മനസ്സിലാക്കാതെ 50 വർഷമോ 60 വർഷത്തെ പ്ലാനിങ് നടത്തിയതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചതിൻ്റെ ബാക്കി പത്രമാണ് കഴിഞ്ഞ കുറേ വർഷത്തെ വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം. തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് കനകക്കുന്ന് എന്ന് പറയുന്ന ഇപ്പോഴും നമ്മളെല്ലാം വരുന്ന കനകക്കുന്ന്, അതുപോലെ ലോ കോളേജ് ഇരിക്കുന്ന ഗവൺമെൻറ് ലോ കോളേജ് ഇരിക്കുന്ന ബാർട്ടൺ കുന്ന്, ബാർട്ടൺ ഹിൽ എന്നാണ്, ബാർട്ടൺ സാഹിബ് താമസിച്ചത് ബാർട്ടൺ ഹിൽ എന്നാണ്, ബാർട്ടൺ കുന്ന്, പാളയം നന്ദാവനം പ്രദേശത്തൂടെ പോകുന്ന പാളയം കുന്ന്, ആയുർവേദ കോളേജ് പ്രദേശത്തുള്ള ഉയർന്ന പ്രദേശം, തൈക്കാട് പോലീസ് ക്യാമ്പ് ഗസ്റ്റ് ഹൗസ് ഒക്കെ ഇരിക്കുന്ന തൈക്കാട് പോലീസ് ക്യാമ്പിൻ്റെ അടുത്തുള്ള തൈക്കാട് കുന്ന്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള താരതമ്യേന ഉയർന്ന മലനിരകളും, വളരെ വലിയ മലയല്ല, കൊടുമുടിയും പർവ്വതമൊന്നുമല്ല, അല്ലാതെ വളരെ വലിയ മലനിരകളും, അതുപോലെ തന്നെ പിന്നെ പാളയത്ത് SAP സ്റ്റേറ്റ് ആംഡ് പോലീസിൻ്റെ നന്ദാവനം ക്യാമ്പസിലുള്ള പിന്നെ താമരക്കുളവും, അന്ന് അനന്തപത്മനാഭന് താമര കൊണ്ടുപോകാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ താമര കൊണ്ടുപോകാൻ താമര വളർത്തിയിരുന്ന താമരക്കുളവും ഇന്നും അതിൻ്റെ ചെറിയ കുളത്തിൻ്റെ രൂപം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഒബ്സർവേറ്ററി കുന്നുമുണ്ട് കേട്ടോ, നേരത്തെ പറഞ്ഞ കുന്നുകളിൽ ഒബ്സർവേറ്ററി കുന്നുമുണ്ട്. പിന്നെ ഇതാണ് താമരക്കുളം കഴിഞ്ഞിട്ട് എരുമക്കുളം, എരുമകളെ കുളിപ്പിച്ചിരുന്ന ഒരു എരുമക്കുളം തൈക്കാട് ഭാഗത്തെ വെള്ളം പിടിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ചെങ്കൽ ചൂള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ സ്റ്റേഡിയം പോലെ കളിസ്ഥലം പോലെ ആക്കിയിട്ടിരിക്കുകയാണ്. സ്റ്റേഡിയമൊന്നും ആയിട്ടില്ല, കുട്ടികൾ കളിക്കുന്ന കളി, പക്ഷെ അവിടെ ആരും കളിയൊന്നും നടത്തുന്നില്ല, വളരെ അപൂർവമായിട്ട് കളി നടക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ തമ്പാനൂർ ചെല്ലുമ്പോൾ കൃത്യമായി മാഞ്ഞാലിക്കുളം ഉണ്ടായിരുന്നു. അപ്പോൾ എരുമക്കുളം, താമരക്കുളം, മാഞ്ഞാലിക്കുളം, അതുപോലെ തന്നെ ഈസ്റ്റ് ഫോർട്ടിൽ ഉണ്ടായിരുന്ന പാത്രക്കുളം, പുത്തരിക്കണ്ടം, ഏലായി, ഇങ്ങനെ തുടങ്ങിയ നിരവധി ജഗതിയേല, പിന്നെ അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിലെ ഏലകളും വയലുകളും നിലങ്ങളും, വയലും നിലവും, ആ വയലും നിലങ്ങളും കുന്നുകളും കുളങ്ങളും ഉണ്ടായിരുന്ന മനോഹരമായ ഒരു നീർത്തടമാണ്, ഒരു മൈക്രോ വാട്ടർ ഷെഡാണ് തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരം. അതിനെ വളരെ കൃത്യമായി മനസ്സിലാക്കാതെ ജീവിച്ച ഒരു ജനതയും മനസ്സിലാക്കാതെ പ്ലാനിങ് നടത്തിയ ഒരു സംവിധാനവും, അതാരെയും നമ്മൾ കുറ്റം പറയുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു പ്ലാനിങ് നടത്തി കൊടുക്കാത്ത ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകുന്നത്, മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് വെള്ളം വരും, 2 മണിക്കൂർ 3 മണിക്കൂർ വെള്ളം അവിടങ്ങളിൽ നിൽക്കും. എന്തുകൊണ്ട് ഇത് കൂടുതൽ ട്രിഗർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ കുളങ്ങളെല്ലാം നികത്തിപ്പോയതാണ്. എന്നാൽ അതിൽ മാഞ്ഞാലിക്കുളവും എരുമക്കുളവും ഈ നന്ദാവനം ക്യാമ്പസിലെ കുളവും എല്ലാം വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അത് ചെയ്യേണ്ടതാണ്. ഈസ്റ്റ് ഫോർട്ട് ഭാഗത്ത് വളരെ കൃത്യമായി പ്ലാനിങ് നടത്തിയാൽ അവിടെയും ഈ പോണ്ടിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. ഇനി കൊച്ചാർ എന്ന് പറയുന്ന, തിരുവനന്തപുരത്ത് കൊച്ചാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി ഒഴുകിയിരുന്ന ഒരു തോട്, ആ തോട്ടിലെ കൊച്ചാർ തോടിലെ വെള്ളം പാത്രക്കുളത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു നല്ല ഡ്രെയിനേജ് സംവിധാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കരിമടം കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് രാജ്ഞിക്ക് കുളിക്കുന്നതിന് വേണ്ടി ഒരു കുളം, കരിമടം കോളനിക്ക് അടുത്ത്, ഇന്നത്തെ കരിമടം കോളനി അടുത്തൊരു കുളം കെട്ടിയിരുന്നു. തെക്കണം കര കുളം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്.
റാണിക്കുളമെന്നും അത് പറഞ്ഞിരുന്നു. അവിടെ നിന്നൊരു കനാൽ പാർവതി പുത്തനാർ വരെ ഉണ്ടായിരുന്നു. അതിന് റാണി കനാലെന്നും അല്ലെങ്കിൽ പിന്നെ റാണിക്കുളവും റാണി കനാലെന്നും അല്ലെങ്കിൽ തെക്കണങ്കര കനാലെന്നും തെക്കണങ്കര കുളവുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഈ കുളത്തിൽ വരുന്ന അധിക ജലവും മലിനജലവും ഒക്കെ ഒഴുകി പാർവതി പുത്തനാർ വഴി പുറത്തു പോകാനുള്ള സംവിധാനമായിരുന്നു. ആ സംവിധാനത്തെയും നമ്മൾ അടച്ചു. ഇനി ഇതിൻ്റെ മറ്റൊരു രസകരമായ കാര്യം, പുറത്ത് പറയാൻ പറ്റാത്ത, പുറത്ത് നമുക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ, കാരണം തിരുവനന്തപുരത്തെ വളരെ 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 പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും പല വ്യക്തികളും ഈ ഡ്രെയിനേജ് പാറ്റേൺ മനസ്സിലാക്കാതെ, അവരുടെ കുറ്റവുമല്ല, അവർക്ക് അങ്ങനെ ഒരു പ്ലാൻ തരുമ്പോൾ അത് അപ്രൂവ് ചെയ്ത് കൊടുത്തവരും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി അത് ഡ്രെയിനേജ് സിസ്റ്റം മനസ്സിലാക്കാതെ, നീരൊഴുക്ക് മനസ്സിലാക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികളും തിരുവനന്തപുരത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഉള്ളൂർ തോട്, അതുപോലെ കണ്ണമ്മൂലത്തോട്, പട്ടം തോട് തുടങ്ങിയ നിരവധി തോടുകളുടെ ഒരു നഗരമാണ് തിരുവനന്തപുരം. അതും പ്രതിസന്ധിയാണ്. ഇതിനേക്കാൾ ഒക്കെ വലിയ പ്രതിസന്ധി മാലിന്യ സംസ്കരണത്തിലുള്ള അപാകതയാണ്. കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ഫോർട്ടിൽ കിഴക്കേക്കോട്ടയിൽ വെള്ളക്കെട്ടുണ്ടായി. വലിയ വാർത്തയാണ്. പക്ഷേ അവിടുത്തെ ചില കച്ചവടക്കാർ വന്ന് ഈ അവിടെയുള്ള ട്രാപ്പുകൾ, അതായത് വെള്ളം പോകുന്നതിനുള്ള ട്രാപ്പുകളൊക്കെ തുറന്നു വിട്ടപ്പോൾ അതിലെ പ്ലാസ്റ്റിക് മാലിന്യം എടുത്ത് കളഞ്ഞപ്പോൾ തപോന വെള്ളം ഒഴുകിപ്പോയി. അപ്പോൾ മാലിന്യ സംസ്കരണം വളരെ വലിയൊരു പ്രതിസന്ധിയാണ്. ടൺ കണക്കിന് മാലിന്യമാണ് ആമയിഴഞ്ചാൻ തോടിലും പാർവതി പുത്തനാറിലും കിടക്കുന്നത്. അതിൽ ആമയിഴഞ്ചാൻ തോടിൽ കിടക്കുന്ന പാർവതി പുത്തനാറിൽ ആമയിഴഞ്ചാൻ തോടിലുള്ളതിൽ റെയിൽവേക്കും വലിയൊരു പങ്കുണ്ട്. അവിടെ വച്ചത് അറസ്റ്റ് ചെയ്യപ്പെടുന്നു, പിന്നെ അങ്ങോട്ട് ഒഴുകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ റെയിൽവേയുടെ പങ്ക്, പിന്നെ നമ്മുടെ സംവിധാനങ്ങളുടെ പങ്ക്, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പങ്ക്, ഒരു 6-7 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒന്നിച്ചിരുന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അവർ ഒന്നിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ചീഫ് സെക്രട്ടറി തന്നെ കൈവച്ചാൽ മാത്രമേ തീരുകയുള്ളൂ. കാരണം ഓരോ വകുപ്പിൻ്റെയും സെക്രട്ടറിമാരെന്ന് പറയുന്നത് വളരെ സീനിയർ ആളുകളാണ്. ജൂനിയറായ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ജൂനിയറായ ഒരു IAS അവിടെ വന്നിരുന്നത് കൊണ്ട് അദ്ദേഹത്തെക്കാൾ സീനിയറായ IAS കോർഡിനേറ്റ് ചെയ്തുകൊണ്ടോ അദ്ദേഹത്തെക്കാൾ സീനിയറായ എഞ്ചിനീയർമാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടോ ഒരിക്കലും ഒരു പ്ലാൻ ഉണ്ടാക്കാൻ കഴിയില്ല. ഓപ്പറേഷൻ അനന്തയുടെ 2ാം ഘട്ടത്തിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് സ്മാർട്ട് സിറ്റി ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അതെങ്ങും എത്തിയില്ല, കോൾഡ് സ്റ്റോറേജിലിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് തിരുവനന്തപുരം നഗരത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള, പഴയ ഡ്രെയിനേജ് സിസ്റ്റം മനസ്സിലാക്കിക്കൊണ്ടുള്ള, കുന്നുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള, അത്യാധുനികമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള 2-3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പരിഹാരമുണ്ടാവുള്ളൂ. ഒന്ന്, കഴിയുന്നത്ര ഡ്രെയിനേജ് സിസ്റ്റം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? 2, പോണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമോ? 3, മാലിന്യ സംസ്കരണത്തെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് കൃത്യമായി ചെയ്യാൻ പറ്റുക? 4, ഈ പുഴകളിലാണ് അതിൻ്റെ അടുത്ത് താമസിക്കുന്ന 2 സെൻറ്റ് 3 സെൻറ്റ് വീടുകളിലുള്ള വേസ്റ്റ്, കക്കൂസിലെ വേസ്റ്റ് വരെ ഇതിനകത്തേക്ക് തുറന്നു വിട്ടിട്ടുണ്ട്. അതെങ്ങനെ സാനിറ്റേഷൻ സംവിധാനത്തിലൂടെ അതെങ്ങനെ പരിഹരിക്കും? അങ്ങനെ പിന്നെ ഇപ്പോൾ നിലവിൽ കിടക്കുന്ന മാലിന്യം എങ്ങനെ വാരിക്കളയും? ഇങ്ങനെ പിന്നെ അർബൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, അർബൻ ഗ്രൗണ്ട് വാട്ടർ റീചാർജിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങിയ അത്യാധുനികമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന നഗരങ്ങളുണ്ട്, പ്രദേശങ്ങൾ. തിരുവനന്തപുരത്ത് തന്നെ ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തിരുവനന്തപുരത്തിൻ്റെ മേലെ തമ്പാനൂർ സംഗീത കോളേജിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ, ആ വീട്ടിലെ മഴവെള്ളം മുഴുവൻ ഒരു ഗ്രില്ലറയുണ്ടാക്കി അത് അറയ്ക്കകത്ത് പിടിച്ചിട്ടുണ്ട്. അത് വലിയ വാർത്തയായതാണ്. ആ കാലഘട്ടത്തിൽ ഞാനാണ് അതിന് സാങ്കേതികമായി സഹായിച്ചിരുന്നത്. സൗജന്യമായിരുന്നു സഹായമൊക്കെ. പ്രഭു ബുക്സിൻ്റെ ഓണറുടെ വീട്ടിൽ, അതിൽ അവർ സഹോദരങ്ങളൊക്കെയാണ് നടത്തുന്നത്, ഒരാളിൻ്റെ വീട്ടിൽ ഇതുപോലൊരു പ്രശ്നമുണ്ടായിരുന്നു, വെള്ളക്കെട്ട്. അപ്പോൾ അതാത് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പരിപാടികളുണ്ട്, റോഡിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടികളുണ്ട്, പുഴയിൽ ചെയ്യേണ്ടുന്ന പരിപാടികളുണ്ട്, വലിയ സ്കെയിലിൽ ചെയ്യുക. അപ്പം മിനി സ്കെയിൽ മുതൽ മൈക്രോ സ്കെയിൽ മുതൽ മെഗാ സ്കെയിൽ വരെ ചെയ്യേണ്ടുന്ന നിരവധി സൊല്യൂഷൻ മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ ലഭ്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അത് ചെയ്യാനുള്ള ഒരു ടീമില്ല, ഒരു കോർഡിനേഷൻ ഇല്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരവരുടെ പരിപാടിയുമായിട്ട് നീങ്ങുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്യപ്പെട്ട് വളരെ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു പീപ്പിൾസ് പ്രോഗ്രാം തിരുവനന്തപുരത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടല്ലാതെ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് മാറ്റാൻ കഴിയുന്ന പ്രശ്നമേ ഇല്ല. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് എറണാകുളത്തെ പ്രശ്നം. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് സൗകര്യം പോലെ ചർച്ച ചെയ്യാം. അപ്പോൾ തിരുവനന്തപുരം കുന്നുകളുടെയും താഴ്വരകളുടെയും കുളങ്ങളുടെയും നദികളുടെയും പുഴകളുടെയും മനോഹരമായൊരു നീർത്തടത്തെ നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തതാണ്. അതുകൊണ്ട് മനുഷ്യനിർമ്മിതമാണ് ഈ വെള്ളക്കെട്ട്, ഈ പ്രളയമൊക്കെ വരുന്നത്. ഇത് മനുഷ്യർ തന്നെ മാറ്റിയെടുക്കാൻ സാങ്കേതിക മാർഗങ്ങളും
പ്രൊഫഷണൽ രീതികളും മുന്നിലുണ്ട്. വേണ്ടത് ഇച്ഛാശക്തിയും നല്ല വിഷനും അതിനാവശ്യമായ ഒരു മിഷനുമാണ്. അത് ചീഫ് സെക്രട്ടറി ലെവലിലും മുഖ്യമന്ത്രി ലെവലിലും തുടങ്ങിയാൽ മാത്രമേ അത് തീരുകയുമുള്ളൂ.